മൈഥിലി, മൈഥിലി ഒന്ന് പറ, കുഞ്ഞിനെ അവൻ ആർക്കാ വിറ്റ്? മൈഥിലി, മൈഥിലി പറ. മൈഥിലി ഒന്ന് പറ മൈഥിലി. എന്റെ കുഞ്ഞെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നീ പ്രസവിച്ച കുഞ്ഞല്ലേ? പറ മൈഥിലി, അതിനെ ആർക്കാവാ വിറ്റ മൈഥിലി? പറ, ഒന്ന് പറ മൈഥിലി, പറ. മൈഥിലി ഒന്ന് പറ മൈഥിലി, പറ, പറ മൈഥിലി. ഡാർലിംഗ്, ഈ ഷാജഹാന്റെ പ്രിയങ്കരിയായ പ്രിയതമ മുൻതാസ് ഉറക്കമായോ? ഓ, അഭ്യാസം അഭ്യാസം അഭ്യാസത്തിൽ മൈഥിലി കണ്ടോ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഓ, മിണ്ടാൻ പറ്റുന്നില്ല അല്ലേ? ഓ ഓ ഓ, ഞാൻ ഇപ്പം മിണ്ടിക്കാട്ടോ. അതെ, ശബ്ദം വന്നു, ശബ്ദം വന്നു. കുട്ടിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. എന്റെ പൊന്നോമന, ഇഷ്ട പ്രാണേശ്വരി. എന്നെ കൊല്ലല്ലേ. ഞാൻ നീ വിളിച്ച പുറകെ ഇറങ്ങി വന്നോളാം. പിന്നെ എനിക്കതറിയില്ലേ? പുഷ്പക വിമാനമില്ലാതെ നിന്നെ തട്ടിക്കൊണ്ടുവന്ന ക്രൂരനായ രാവണനാ ഞാൻ. നീ മൈഥിലി. നിനക്കപ്പോഴും ആ ചെമ്പകമംഗലം എന്ന കോമ്പലത്തിലെ ആ രാമനോടായിരുന്നു പ്രിയം, മിസ്റ്റർ കാർത്തികിനോട്. ഇല്ലാത്തൊന്നും പറയല്ലേ വൈശാഖ. ഉള്ളതല്ലേ മൈ ഡിയർ പറയുന്നത്. എന്നെ ഉപദ്രവിക്കരുത്. ഒരിക്കലുമില്ല. പിന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാൻ പോകും. നീ ഇങ്ങനെ കിടന്ന് വേദനിക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാടി. എല്ലാ വേദനകളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കാനായിട്ട് പോവുക. ഒരു ദയാവധം. സത്യം കണ്ടില്ലേ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് എനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന വാറ്റുചാരായോ അല്ല, നിന്നെ അഭിഷേകം ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന പെട്രോളാ.
ഇത് നിന്നെ അഭിഷേകം ചെയ്തതിന് ശേഷം ഈ ലൈറ്റർ കൊണ്ട് നിന്നെ അഗ്നിശുദ്ധി വരുത്തണം. വേണ്ട. അതോടുകൂടി മൈഥിലി സ്വയംവരം കഥ തീരുന്നു. ഏ? എന്തു പറയുന്നു മൈഥിലി? വേണ്ട, എന്നെ കൊല്ലല്ലേ വൈശാഖി, കൊല്ലല്ലേ. ഇതാണ് ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നീ തനിച്ചൊരു യാത്ര പോകുന്നു. ഇത്തവണ ഈ രാവണൻ കൂട്ടിനില്ലാന്ന് മാത്രം കഴിയാ മതി. ഒരു തീപ്പന്തമായി ഇപ്പൊ ഞാൻ നിന്നെ മുകളിലോട്ട് പറഞ്ഞു വിടാം. പോവാ പോവാ. മീനാക്ഷി, മീനാക്ഷി വേണ്ട, വേണ്ട, നോ നോ. അതേടാ, മീനാക്ഷി തന്നെ. എന്താ, നീ എന്നെ മറന്നുപോയോ? പേരും നുണകൾ പറഞ്ഞ് നീ എന്നെ ആദ്യം ഒരു ട്രാപ്പിലാക്കി. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്നു. പിന്നെ എന്റെ തറവാടിന്റെ ഐശ്വര്യമായിരുന്ന കോടികൾ വില വരുന്ന ഉടവാൾ നീതാ ഇവളെ കൊണ്ട് കട്ടെടുപ്പിച്ചു. ഒടുവിൽ എന്റെ ജീവന്റെ ജീവനായിരുന്ന വൈകമോളെ കൊണ്ടുപോയി നീ വിറ്റു. ഇതിനൊക്കെ പ്രതികാരം ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? മീനാക്ഷി, ഞാൻ നിന്നോട് യാചിക്കുകയാണ്, പ്ലീസ്. നീ ഇപ്പൊ ഭിക്ഷ ചോദിക്കുന്നത് നിന്റെ ജീവനാ. അത് ഇനി ഞാൻ നിനക്ക് തിരിച്ചു തരില്ല. മീനാക്ഷി വേണ്ട, വേണ്ട. കാരണം നീ ജീവിക്കാൻ അർഹനല്ല. മീനാക്ഷി, നിനക്കിനി വേണ്ടത് ഒരു വധശിക്ഷയാ. വേണ്ട. അത് ഞാൻ തന്നെ നടപ്പാക്കും. നിന്റെ ആരാച്ചാരാകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമാ. വേണ്ട മീനാക്ഷി, മീനാക്ഷി, നീ ആ ലൈറ്റർ കത്തിക്കരുത്. നീയും കത്തും. കത്തണമല്ലോ, കത്തിട്ടടാ. കത്തിക്കാനല്ലേ നിന്റെ ശരീരത്തിൽ ഞാൻ ഈ പെട്രോൾ ഒഴിച്ചിരിക്കുന്നത്. മീനാക്ഷി, ഞാനെന്തോ അനുസരിക്കാം. നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം. നിനക്ക് എന്താ വേണ്ടെന്ന് പറ. ഇപ്പൊ എന്റെ ആവശ്യം നിന്നെ ഇല്ലാതാക്കാന്നുള്ളതാ. മീനാക്ഷി പ്ലീസ്. നീ ഒരു മാരക വൈറസാ. നിന്നെ ഇല്ലാതാക്കിയേ പറ്റൂ. മീനാക്ഷി, എനിക്ക് ഒത്തിരി തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ മാപ്പ് വയ്ക്കുന്നു. പ്ലീസ് നീ പറ, നിനക്കെന്താ വേണ്ടത്? പറ മീനാക്ഷി. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. കുഞ്ഞെവിടെയാണെന്ന് പറയുന്നേ. എന്താടാ, നിനക്ക് നാക്കില്ലേ? കുഞ്ഞെവിടെയാണെന്ന് പറയാൻ. വേണ്ട, ഞാൻ പറയാം. പറയ്, എന്റെ കുഞ്ഞെവിടെ? മീനാക്ഷി, മീനാക്ഷി അത് പറയാൻ. മീനാക്ഷി ഞാൻ പറയാം. മീനാക്ഷി, എനിക്ക് ഒരു കയ്യബദ്ധം പറ്റി. അത് കുഞ്ഞിനെ ഒരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അതിപ്പോ എവിടെയാണെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. ദ്രോഹി,
നിന്നെ ഞാൻ മീനാക്ഷി വേണ്ട, മീനാക്ഷി വേണ്ട, വേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ മീനാക്ഷി. നമുക്ക് വഴിയുണ്ടാക്കാം മീനാക്ഷി. എവിടെ ഉണ്ടെങ്കിലും എനിക്ക് ഇപ്പൊ കിട്ടണം എന്റെ കുഞ്ഞിനെ. ഇല്ലെങ്കിൽ വേണ്ട, വേണ്ട മീനാക്ഷി, ഞാനിപ്പോ തന്നെ വിളിക്കാം, ഇപ്പൊ തന്നെ വിളിക്കാം. സുനി, സുനി, ഇത് ഞാനാ, വൈശാഖ്. എന്താ സാറേ, അവള് ചത്തോ? അതല്ല സുനി, എനിക്ക് ആ കുഞ്ഞിനെ വേണം. ഏത് കുഞ്ഞിനെ? ഞാൻ തന്ന കുഞ്ഞിനെ. ഹ, അതൊന്നും ഇനി നടക്കില്ല സാറേ. ഒരു ഡീല് പറഞ്ഞാ അത് അതുപോലെ ആയിരിക്കണം. അതിനെ ഞാൻ വേറൊരാൾക്ക് നല്ല വിലക്ക് വിൽക്കാൻ ഏർപ്പാടാക്കുക. അയ്യോ സുനി, അങ്ങനെ പറയല്ലേ. നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. നീ പറയുന്ന തുക. കുട്ടിയെ തിരികെ താ. ശരി ശരി, അങ്ങനെയെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ തിരികെ തന്നേക്കാം. പോരെ, കുട്ടിയെ ഇപ്പൊ തിരികെ തരും. കുഞ്ഞിനെ കൊണ്ട് അവരിപ്പോ വരും. മീനാക്ഷി, ഇനിയെങ്കിലും എന്നെ വിട്ടൂടെ? നിന്നെ ഞാൻ വിടാം. അതിനു മുൻപ് എന്താ? ആ മൊബൈൽ തരാൻ. ഇനി അതിലൊരു മാറ്റവും പാടില്ല. നിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തതുകൊണ്ടാ ഞാൻ ആ മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ചത്. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. മൈഥിലി, നിനക്ക് കുഞ്ഞിനെ വേണം അല്ലേടി? എന്റെ കുഞ്ഞിനെ കുഞ്ഞും ചെമ്പകമംഗലത്തെ ഉടവോളും എല്ലാം എന്റേത് മാത്രം. വൈശാഖേ, നിന്നെ ഞാൻ ചതച്ചിട്ടില്ല. ദേവേത്, നീ എന്നൊന്നും വിശ്വസിക്ക. ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അതിനു വേണ്ടിയല്ലടാ ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തത്. ഒരുമിച്ച് ജീവിക്കാം. ഇനി ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അല്ലേ? ഒരുമിച്ച് ജീവിക്കാം അല്ലേ? വാ, എന്നാ വാ.
വൈശാഖ്, കുരിശു വരയ്ക്കാൻ മുട്ടുകുത്തിയതല്ല, കുരിശു മരണം തരാൻ മുട്ടുകുത്തിയതാ. നീ എന്നെന്റെ ജീവിതത്തിലോട്ട് വലിഞ്ഞു കയറിയോ, അന്നു മുതൽ ഞാൻ സാത്താനായി. വൈശാഖ്, മൈഥിലി, നീ മരണം എരന്ന് വാങ്ങുകയാണ്. മരിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നീ തുറന്നു പറ, നീ ആ ഒറിജിനൽ വാൾ ആർക്ക് കൊടുത്തു? പറയാൻ. കൊണ്ടുവന്നത് ചെമ്പകമംഗലത്തെ വാള് തന്നെയാ വൈശാഖ്. ചെമ്പകമംഗലത്തെ അറയിൽ നിന്നെടുത്ത വാള അല്ല, അത് ചെമ്പകമംഗലത്തെ വാളല്ല, അതൊരു ഡ്യൂപ്ലിക്കേറ്റ് വാളാ. അതാണ് വൈശാഖ് ചെമ്പകമംഗലത്തെ ഒറിജിനൽ വാള്. അപ്പൊ നീ സത്യം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? വൈശാഖ്, ഞാൻ പറയുന്നത് സത്യമാണ്. ഗോഡ് പ്രോമിസ്. നീ എന്നെ സന്തോഷിപ്പിക്കാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാളുണ്ടാക്കി തന്നു. അല്ല, ഒറിജിനൽ വാള് മറ്റാർക്കോ വിറ്റു. അല്ല, അല്ല, നീ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞത് തന്നെയാ സത്യം. അല്ല, നീ സത്യം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. സത്യമായിട്ട് നീ പറയുകയുമില്ല. പക്ഷേ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. എങ്ങനെയാണെന്നറിയോ? നല്ല റോസാപ്പൂ പോലുള്ള കൈപ്പത്തി. വൈശാഖ്, നീ പറയും സത്യം. വേണ്ട, വേണ്ട, വേണ്ട വൈശാഖ്, വേണ്ട, പ്ലീസ്. വേണ്ട വൈശാഖ്, വേണ്ട. നീ ചത്ത കൊന്നത് ഞാനല്ല. ഒരാളിപ്പോ അവിടെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ മനോവേദനയിൽ ഹൃദയം പൊട്ടി ആത്മഹത്യ. നമ്മുടെ വീട്ടിൽ കയറി ആത്മഹത്യ ചെയ്തു. നോക്കടി. നിന്റെ നരമ്പുകളിൽ നിന്നും ചോരത്തുള്ളികളും മീനാക്ഷിയുടെ കാൽ കീഴിലെ ഐസ് കട്ടയിൽ നിന്നും വെള്ളത്തുള്ളികളും ഒലിച്ചു തീരുമ്പോ രണ്ടാത്മാക്കൾ ചിറകടിച്ച് ഈ വീടിന്റെ മേൽക്കൂര കടന്ന് കഴുകന്മാരെ പോലെ പറന്ന് പറന്ന് പറന്നു പോവും. രണ്ട് പെൺ കഴുകന്മാർ.